നമസ്കാരം. ഇന്ന് ഈ ഇലക്ഷൻ്റെ തലേദിവസം തന്നെ ഇങ്ങനൊരു വീഡിയോൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മളൊരു 2 ആഴ്ചയായിട്ട് പല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും പല പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെയും നമ്മൾ പല രീതിയിൽ പല ടൂൾസ് മുഖാന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ ഓരോ പാർട്ടികളുടെ വാഗ്ദാനങ്ങളും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാനും നമ്മൾ വോട്ടിന് മുമ്പേ ഉള്ള ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ തരുമ്പോൾ വെദർ ദേ ആർ കേപ്പബിൾ ടു ഡൂ ദാറ്റ്, അവർ മാത്രമല്ല വെദർ ദ സിസ്റ്റം ഈസ് കേപ്പബിൾ ടു ഇംപ്ലിമെൻറ്റ് ദാറ്റ്, അതും കൂടെ നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള കാര്യം വരുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ടി KSRTCയിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഫെയറിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രീ ആവുമ്പോൾ അത് KSRTC എന്ന് പറയുന്ന ഈ ഓർഗനൈസേഷൻ അത് താങ്ങാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അല്ലാതെ നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ തന്നെ അതൊരു വലിയ കാര്യമാണ്. ആക്ച്വലി ഐ ആം ഓൾസോ വെരി ഹാപ്പി. ഇതുപോലത്തെ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അമ്മ പെങ്ങന്മാർക്കും ഇതുപോലെ ഫ്രീ ആയിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന വലിയൊരു കാര്യമാണ്. ബട്ട് നമ്മുടെ KSRTC എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അതിന് പ്രാപ്തമാണോ, ഇല്ലെങ്കിൽ ഇത് ചെയ്യാമെന്ന് പറയുന്ന ആൾക്കാർ ആ രീതിയിൽ മാനേജ് ചെയ്ത് നല്ല മാനേജ്മെൻറ്റ് കാഴ്ചവെച്ച് സിസ്റ്റം കൊണ്ടുവന്ന് ഇത് ഒരു ലാഭകരമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഗുഡ്. ബട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, 2013 കാലഘട്ടത്തിൽ KSRTC ഏത് രീതിയിലായിരുന്നു, അത് പൂട്ടേണ്ട അവസ്ഥയിലേക്ക് വരെ പോയി. ഇപ്പോഴത്തെ സർക്കാർ തന്നെ ഇരിക്കുന്ന തുടക്ക കാലഘട്ടത്തിൽ ശമ്പളം പോലും KSRTC ജീവനക്കാർക്ക് കൊടുക്കാൻ പോലും ഒരുപാട് വൈകിയ സാഹചര്യങ്ങളുണ്ടായിരുന്നു. ആ KSRTCനെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് നിർത്തുമ്പോൾ അപ്പോൾ അവർക്ക് പുതിയ അതിലൊരു ഇതുണ്ടായതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു ഇത് കൊടുക്കാം. ബട്ട് അതിനവർ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് പറയാൻ കാര്യം തെലങ്കാനയിൽ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തെലങ്കാനയിലെ ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവിടുത്തെ തെലങ്കാന ട്രാൻസ്പോർട്ടേഷന്, അവരുടെ കോർപ്പറേഷന് എത്രമാത്രം നഷ്ടം അതിൽ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഞാനതിൽ കറക്റ്റായിട്ടുള്ള ഫിഗറും കാര്യങ്ങളൊന്നും പറയുന്നില്ല. കാരണം ഞാനിതൊരു വീഡിയോ ഒരു പാർട്ടി ശരിയെന്നോ ഒരു പാർട്ടി തെറ്റാണെന്നോ കാണിക്കാനല്ല. പലരും പറയുന്ന കള്ളങ്ങളും വാഗ്ദാനങ്ങളും നമ്മൾ അപ്ഡേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതുകൊണ്ടാണ്. സോ KSRTCയുടെ പറഞ്ഞു, അതേപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്, ക്ഷേമ പെൻഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞിട്ടുണ്ട്, ഇത്ര ലക്ഷം കോടി കുടിശ്ശികയാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിൽ, ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന കഷ്ടമാണെന്നുള്ള രീതിയിൽ വരെ പറഞ്ഞിട്ടുണ്ട്. ആ കുടിശ്ശിക വരെ ചെയ്ത് കൊടുത്ത് അത് കൂട്ടുകയും 500 രൂപ എന്നുള്ളത് അത് കൂട്ടുകയും ചെയ്ത് അത് ഇരട്ടിയിലധികം കൂട്ടി ഈ രീതിയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു കൂട്ടർ വന്ന് പറയണം അത് ഞങ്ങൾ 3000 ആക്കി തരാം എന്ന് പറയുമ്പോൾ യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അതാണ് ഒരു കാര്യം പറയാനുള്ളത്. ഇതുമല്ലാതെ പല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പല ബിസിനസ് പരമായിട്ടുള്ള പല ഇതിനും സപ്പോർട്ട് ഗവൺമെൻറ്റിൻ്റെ ഉണ്ടാവുന്നതും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ അതിലൊക്കെ നമുക്ക് അത് ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ കുറവുകളിൽ നമുക്കത് കൂട്ടിച്ചേർക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ. സോ യു ജസ്റ്റ് ചെക്ക് ഇറ്റ്. അല്ലാതെ ഈ അഡ്വർടൈസ്മെൻറ്റും വാഗ്ദാനം പറയുന്നതും വെച്ച് നിങ്ങൾ ഒരിക്കലും ഒരു വോട്ടിന് അപേക്ഷിക്കുന്ന ഒരാളെയോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയോ നിങ്ങൾ വിലയിരുത്തരുത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ എനിക്ക് പറയാനൊരു കാര്യം കൂടെ ഉണ്ടാവുന്നത്, നമ്മളൊരിക്കലും ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പാർട്ടീനെ വിശ്വസിക്കരുത്. ഇല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടിയെ വെറുക്കാനും പാടില്ല. ഇപ്പോൾ ഒരാളുടെ ഫോക്കസ് ചെയ്തിട്ട് പറയുകയാണ് അയാൾ ഭയങ്കര നീചനാണ്, ഗൗരവക്കാരൻ, ജനങ്ങളോട് നന്നായിട്ട് പെരുമാറാൻ അറിയുന്നില്ല, ജനകീയനല്ല എന്നുള്ള കാര്യങ്ങൾ പലരും പറയുന്നത് കേട്ട് നമ്മൾ ഒരാൾ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടില്ല എന്ന് നമുക്ക് അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. യു ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അത് അങ്ങനെ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് തിരിച്ചറിയുന്ന കാലത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലും നമ്മളായിട്ടുണ്ടാവും. അപ്പോൾ ചെക്ക് ഇറ്റ്. ഒരു ചിരിക്കുന്ന ഒരാളും അതേപോലെ ഒരു ഗൗരവത്തിലിരിക്കുന്ന ഒരാളും അവർ ചെയ്യുന്ന നന്മകളും ഇല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും വെച്ചിട്ടാണ് നമ്മൾ അവരെ വിലയിരുത്തേണ്ടത്. അല്ലാതെ ബാക്കിയുള്ളവർ ഇവരിങ്ങനെയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അങ്ങനെ വിചാരിക്കുകയല്ല. അതിപ്പോൾ ഞാൻ ഒരു വ്യക്തിനെയല്ല, ഏത് പാർട്ടിയിലുള്ള വ്യക്തിയാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ നമ്മുടെ മുഖ്യമന്ത്രിനെയാണ് പറയുന്നതെന്ന് വിചാരിക്കും. മുഖ്യമന്ത്രി ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഇല്ലെങ്കിൽ വേറെ ഒരു പാർട്ടിയിലുള്ള സതീശനാണെങ്കിലും പലരും പല രീതിയിൽ പറയുന്നുണ്ട്. കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരാളെന്ന് പറയുന്നുണ്ട്, ഗൗരവക്കാരൻ എന്ന് പറയുന്നുണ്ട്, രാജാവെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എത്രമാത്രം സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഇപ്പോൾ സുരേഷ് ഗോപി ഇലക്ഷനൊന്നും നിൽക്കുന്നില്ല, എന്നാലും ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനത്തെ കാഴ്ചപ്പാടിൽ വരാതെ ആ വ്യക്തികൾ എന്ത് നാടിന് വേണ്ടി ചെയ്തു, എന്ത് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് നമ്മളവിടെ നോക്കേണ്ടത്. സോ ദ മെയിൻ തിങ് ഈസ് ദാറ്റ് വി ദ
പീപ്പിൾ ഷുഡ് ഗെറ്റ് അപ്ഡേറ്റഡ് വിത്ത് ദ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട്. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവും ബോധ്യവും നമുക്കുണ്ടെങ്കിൽ, നമ്മൾ അതുമായിട്ട് ബോധവൽക്കരണം പെട്ടിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ഇതുപോലത്തെ കള്ളങ്ങൾ വെച്ച് നമ്മളെ ചതിക്കാനോ ഇല്ലെങ്കിൽ കബളിപ്പിക്കാനോ ഇല്ലെങ്കിൽ ഇതുപോലുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കൊണ്ടുവന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പെടുത്തി വോട്ട് ചെയ്യിപ്പിക്കാനോ ഒരിക്കലും കഴിയില്ല. ബട്ട് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, അപ്പോൾ ഇത്ര വലിയ പ്രിപ്പറേഷൻ ഞങ്ങൾ 10ാം ക്ലാസ് എക്സാമിന് പോലും എടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. ഒരു വോട്ടെന്ന് പറയുന്നത് ഇറ്റ് ഹാവ് ഇറ്റ്സ് വാല്യൂ. അതിന് നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് നിങ്ങൾ ഒരു ഡിഗ്രി എക്സാം എഴുതുന്നതോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഒരു എക്സാം എഴുതുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അതിനെ കണക്കാക്കണം. അല്ലാതെ എൻ്റെ അച്ഛൻ ഇന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന പാർട്ടിക്ക് വോട്ട് കൊടുക്കുന്നു, അങ്ങനെയല്ല. അതേപോലെ തന്നെ എൻ്റെ നാട്ടുകാർ, എൻ്റെ കൂട്ടുകാർ ഈ പാർട്ടിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല. വി ഹാവ് ടു ജസ്റ്റ് ബിലീവ് ഇൻ ദ തിങ്സ് ദാറ്റ് ദ പീപ്പിൾ ആർ ഡൂയിങ്. അവർ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് നമ്മൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ ഈ പൊള്ളയായ വാഗ്ദാനങ്ങൾ തരൽ നിർത്തും. ഇതുപോലെ ആവശ്യമില്ലാത്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്, ചില അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കാണുമ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും. ബട്ട് അതിൽ ചിലപ്പോൾ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോഴത്തെ പ്രസൻറ്റ് ഗവൺമെൻറ് വന്നിട്ട് അവർ നമ്മുടെ ഹെൽത്ത് മേഖലയെ കുറിച്ചോ ഇല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മേഖല അതിനെക്കുറിച്ചോ ഇല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ മേഖലയെ കുറിച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റിനെ കുറിച്ചോ ഒക്കെ പറയുമ്പോൾ അത് കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ അഡ്വർടൈസ്മെൻറ്റ് ശരിയാണോ തെറ്റാണോ നമുക്ക് അറിയാൻ പറ്റും. അത് നോക്കുന്നില്ല. നമ്മൾ വിചാരിക്കുന്നു ഇവർ ശരിയല്ല, ഇവരത് ചുമ്മാ കാണിക്കാമെന്ന് വിചാരിക്കും. അത് ശരിയാണോ തെറ്റാണോ എന്ന് നോക്കിയാലേ അറിയുള്ളൂ. സോ ജസ്റ്റ് ഗെറ്റ് ദ ഡാറ്റ ആൻഡ് ചെക്ക് ദ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ വേറൊരാൾ വന്നിട്ട് ഇവിടെ തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നു. നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ തൊഴിലില്ലായ്മയിൽ നമ്മൾ എത്രാമതാണെന്ന് നമുക്ക് ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അതേപോലെ മദ്യവും മയക്കുമരുന്ന് നിറഞ്ഞതാണ് കേരളം എന്ന് പറയുന്നു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതലാണെന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം യു പി ആണോ. യു പി എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു പാർട്ടീനെ ഇതാക്കിയിട്ട് പറയുന്നതല്ല കേട്ടോ. ആക്ച്വലി ഈ പറയുന്ന മയക്കുമരുന്നിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഐ തിങ്ക് ഇറ്റ് ഈസ് ഉത്തർപ്രദേശ്, പഞ്ചാബ് അതുപോലെയുള്ള സ്ഥലങ്ങളാണ്, സ്റ്റേറ്റുകളാണ്. ഞാൻ ചുമ്മാ ഒരു സ്റ്റേറ്റിന് പറയുന്നതല്ല. ദീസ് ഓൾ ആർ ദ ഡാറ്റാസ്. അപ്പോൾ ഒരാളിങ്ങനെ പ്രസംഗിക്കുക നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മയാണ്, നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖല ശരിയില്ല, നമ്മുടെ വിദ്യാഭ്യാസം സിസ്റ്റം ശരിയല്ല, കുട്ടികൾക്ക് കഷ്ടമാണ് എന്നുള്ള രീതിയിൽ. ജസ്റ്റ് ഗോ ആൻഡ് സീ ആൻ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഗവൺമെൻറ് സ്കൂളിൽ പോയി നോക്ക്, അതിൻ്റെ ഉള്ളിലുള്ള ഫെസിലിറ്റീസ് കാണ്. ദെൻ ജസ്റ്റ് തിങ്ക് അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാവും. അപ്പോൾ കള്ളം പറയുന്നവരെ തിരിച്ചറിയാനും പൊള്ളയായ വാഗ്ദാനങ്ങൾ തരുന്നവരെയും അതേപോലെ സത്യസന്ധമായ കാര്യങ്ങൾ പറയുന്നവരെയും തിരിച്ചറിയാൻ സാധിക്കും. ആ തിരിച്ചറിവാണ് ക്വാളിറ്റേറ്റീവായിട്ടുള്ളൊരു വോട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ സാധിക്കുക. ഇനി അതല്ലാതെ എൻ്റെ അച്ഛൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നവർക്കോട് എനിക്കൊന്നും പറയാനില്ല. ജസ്റ്റ് ഗോ വിത്ത് ദെയർ ഓൺ. ബട്ട് എപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടിന് ഒരു വാല്യൂ ഉണ്ടെന്ന് കാണുന്നുണ്ടോ അപ്പോൾ തൊട്ട് പ്ലീസ് ഗെറ്റ് അപ്ഡേറ്റഡ് വിത്ത് ദ തിങ്സ്. അപ്പോൾ ഒരാൾക്കും നിങ്ങളെ പറ്റിക്കാനോ ഇല്ലെങ്കിൽ നിങ്ങളെ കബളിപ്പിച്ചിട്ട് ഇതുപോലെ വോട്ട് വാങ്ങിക്കാനോ സാധിക്കില്ല. ഓക്കെ, താങ്ക് യു.